ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മുടെ മൈസൂർ ട്രിപ്പ് പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. ഇത് പിന്നെ അന്ന് രാത്രിയിലത്തെ വീഡിയോസാണ്. നമ്മൾ രാത്രി ദസറ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. റൂമിലെത്തിയ ശേഷം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കാം കേട്ടോ. നമ്മളെ റൂം ഏകദേശം സൂവിൻ്റെ ബാക്കിലാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. അതാ അവർ മുന്നിലുണ്ട്, ഞങ്ങൾ പിന്നിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളന്ന് നടന്ന് ക്ഷീണിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും രാത്രിക്കത്തെ ഈ ഒരു വൈബ് കണ്ടപ്പോൾ എന്തോ ഒരു എനർജി കിട്ടിയ പോലെ ആയിട്ടോ. അത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് അല്ലേ. ദസറ നടക്കുന്ന ഈ ഏരിയയൊക്കെ ലൈറ്റുകളെ കൊണ്ട് ഇങ്ങോട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ റൈഡിലൊന്നും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മൊത്തത്തിൽ ഇത് തന്നെ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം നമുക്ക് കിടക്കേണ്ട സമയമൊക്കെ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നിടത്തോളം എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നുള്ളൂ. ഓരോ റൈഡിലും കയറാൻ നിന്ന് അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവും. അങ്ങനെ നമ്മളിതാ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എത്രയോ ഏക്കറിലായിട്ട് പരന്ന് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ദസറ എന്ന് പറഞ്ഞ സംഭവം. അതുകൊണ്ട് തന്നെ ഇത് എവിടെ കണ്ട് എവിടെ അവസാനിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ. ഏകദേശം ഈ ഒരു ഏരിയയൊക്കെ എത്തി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞ ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും ഓരോ ഫാമിലിനെയും നമ്മൾ കാണാതായിട്ടോ. കാരണം ഓരോരുത്തരും ഓരോ ഏരിയയിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരെയും മിസ്സായി. ലാസ്റ്റ് പിന്നെ നമ്മൾ ഫോണൊക്കെ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് തന്നെ റൂമുകളിലേക്കൊക്കെ വന്നത്. പക്ഷേ എങ്കിലും ഇടയിൽ എല്ലാവരും മിസ്സായി പോയി. എന്നാലും ഒരുപാട് രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കച്ചവടങ്ങൾ കേട്ടോ. ഈ ജ്വല്ലറി ഐറ്റംസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ത്രീകളധികം നമ്മുടെ കണ്ണുകൾ ആ ഭാഗത്തേക്കൊക്കെയാണ് അധികം പോകുന്നത്. പിന്നെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്തോ ഒരു പാർട്ടിയോ പരിപാടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവിടെ ഭാരതനാട്യ മത്സരം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് മത്സരമാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം കന്നഡ ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ തിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇതാ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളെയൊക്കെ കൈ വിട്ടോ എന്നാൽ പിന്നെ മക്കൾ പോയി പറഞ്ഞ അവസ്ഥയിലാണ്. അത്രയും തിരക്കുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ജെല്ലുവിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജെല്ലുണ്ട് കേട്ടോ പിറകിൽ. അവന് റൈഡിൽ കയറണം പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ സിനുവിനോട് സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ജെല്ലുവിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ജെല്ലും ഷാനിമോളും സോനമോളും ഇവിടെ റൈഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം അവിടെ സിറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ ഞാനും ഹസ്ബൻഡും അവിടെ ഇരുന്നു. മക്കളിതാ ഇവിടെ ഓരോ റൈഡിലും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ കൺവെട്ടത്തിൽ തന്നെ അവരുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അവിടെ ഇരുന്ന് കുറേ അവരെ എൻജോയ്മെൻറ്റ് അതല്ലേ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് അന്നത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ റൂമിൽ തിരിച്ചെത്തിട്ടോ. പിന്നെ നമ്മൾ ഫ്രഷ് ആയി ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.